ഇതാണ് ചങ്കലം പറണ്ട. ഇതിന്റെ ഗുണങ്ങൾ. ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ചങ്ങലം പരണ്ട. ചങ്ങല കണ്ണികൾ പോലെ തണ്ടുള്ള മരങ്ങളിൽ പടർന്നു കയറുന്നതിനാലാണ് ഈ സസ്യത്തിന് ചങ്ങലം പരണ്ട എന്ന പേര് വന്നത്. കരിമ്പച്ച നിറത്തിൽ ഹൃദയാകൃതിയിൽ ഇടവിട്ട് ഓരോ ഇലകളും കാണപ്പെടുന്നു. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ്. കാൽസ്യത്താൽ സമ്പന്നമാണ് തണ്ടുകൾ. ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കാനുള്ള ഔഷധ ശക്തിയുള്ളതിനാൽ ഇതിനെ സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്ന് പറയുന്നു. കർക്കിടക കഞ്ഞിയിലെ ഒരു പ്രധാന ചേരുവയാണിത്. കഫവാത സംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം നൽകാൻ ചങ്ങലം പരണ്ട ഉത്തമമാണ്. ചങ്ങലം പരണ്ടയുടെ വള്ളിയും ഇലയും ഇടിച്ചു പിഴിഞ്ഞ നീര് തേനും ചേർത്ത് സേവിക്കുന്നത് ആർത്തവം ക്രമീകരിക്കാൻ ഉത്തമമാണ്. ആർത്തവ സമയത്തെ വയറുവേദനയ്ക്ക് ഇതിൻ്റെ തണ്ട് ഉണക്കിപ്പൊടിച്ച് വാളംപുളിയും ഉപ്പും ചേർത്ത് കഴിക്കാറുണ്ട്. ചങ്ങലം പരണ്ടയുടെ തണ്ട് വാട്ടിപ്പിഴിഞ്ഞ് നീര് ചെറു ചൂടോടെ ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന, ചെവിയിലെ പഴുപ്പ്, നീര് എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കും. ഒടിവും ചതവുമുള്ള ഭാഗത്ത് ഇതിൻ്റെ തണ്ട് പതിവായി വെച്ച് കെട്ടുന്നത് നല്ലതാണ്. ഇതിൻ്റെ കുരുന്നു തണ്ടും ഇലയും തണലിൽ ഉണക്കി പൊടിച്ചെടുത്ത് പതിവായി കഴിക്കുന്നത് വിശപ്പില്ലായ്മ, ദഹനക്കുറവ് എന്നിവ ശമിപ്പിക്കുന്നു. ചങ്ങലം പരണ്ട ചമ്മന്തി ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. നട്ടെല്ലിൻ്റെ കണ്ണിയകലം, തേയ്മാനം, ഡിസ്ക് ബഡ്ജിങ് മുതലായവ മൂലമുള്ള കഠിനമായ നടുവേദന, കൈകാലുകളുടെ മുട്ടുവേദന, വീഴ്ചയോ മറ്റും മൂലമുള്ള ക്ഷതങ്ങൾ, ഓപ്പറേഷനോ പ്ലാസ്റ്ററോ വെട്ടിയതിന് ശേഷമുള്ള നീരുവേദന, ലിഗമെൻറ്റിൻ്റെ ചതവ് എന്നിവയ്ക്ക് അതീവ ഫലപ്രദമാണ് വജ്രവല്ലി തൈലം അഥവാ ചങ്ങലം പരണ്ട തൈലം. വൈകല്യം സംഭവിച്ച അസ്ഥികോശങ്ങൾ വീണ്ടെടുക്കാൻ ഔഷധ സസ്യമായ ചങ്ങലം പരണ്ടയ്ക്ക് കഴിയുമെന്ന കണ്ടെത്തലുമായി കുസാറ്റ് ഗവേഷകർ. അസ്ഥികളുടെ പുനർനിർമ്മാണത്തിന് ചങ്ങലം പരണ്ടയുടെ നാരുകൾ ഉപയോഗിച്ചുള്ള ഗവേഷണമാണ് വിജയത്തിലെത്തിയത്. അസ്ഥികൾക്കുണ്ടാകുന്ന ഒടിവ്, ചതവ് എന്നിവയ്ക്ക് ചങ്ങലം പരണ്ടയുടെ നീര് നല്ലതാണെന്ന നാട്ടറിവിനെ പിന്തുടർന്നാണ് ഗവേഷക സംഘം കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത്. ചങ്ങലം പരണ്ടയിലെ നാരുകളുടെ ഔഷധ ഗുണം ഉപയോഗപ്പെടുത്തി ശരീരത്തിൽ ലയിച്ചു ചേരുന്ന താങ്ങ് വികസിച്ചെടുക്കുകയായിരുന്നു. നാരുകൾ അസ്ഥികോശ വ്യാപനത്തിനും വർധനവിനും വഴിയൊരുക്കുന്നതായി സ്ഥിരീകരിച്ചു. വൈകല്യം സംഭവിച്ച അസ്ഥികളുടെ പുനർനിർമ്മാണത്തിനും അത് പുനഃസ്ഥാപിക്കാനും ചങ്ങലം പരണ്ട സഹായിക്കുന്നുവെന്നും കണ്ടെത്തി. ചങ്ങലം പരണ്ട ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അത് തന്നെ കൽക്കമായി അരച്ചു കലക്കി നല്ലെണ്ണയും മഞ്ചട്ടി, ചെന്നിനായകം തുടങ്ങി പച്ചമരുന്നുകൾ ചേർത്ത് മെഴുകുപാകത്തിൽ അരച്ചെടുത്ത എണ്ണ ഒടിവ്, ചതവ്, എല്ല് തേയ്മാനം, മുട്ടുവേദന, തണ്ടൽ വേദന എന്നീ എല്ല് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും പുറത്തു പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ദിവസത്തിൽ 2-3 പ്രാവശ്യം എണ്ണ കയ്യിലെടുത്ത് ആവശ്യമുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കാവുന്നതാണ്. കഴുകിക്കളയേണ്ട ആവശ്യമില്ല. എണ്ണ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നതാണ്. ചങ്ങലം പരണ്ട ചമ്മന്തി ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉഴുന്ന്, കായം, കടുക്, വറ്റമുളക് എന്നിവ മൂപ്പിക്കുക. അതിലേക്ക് തൊലി ചെത്തി കളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കിയ ചങ്ങലം പരണ്ട കൂടി ചേർത്ത് വഴറ്റുക. നന്നായി വഴറ്റി കഴിഞ്ഞ് പുളിയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. കൂടെ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചതച്ച് ചേർക്കുക. ചങ്ങലം പരണ്ട ചമ്മന്തി തയ്യാർ. കാൽസ്യത്തിൻ്റെ കലവറയായ ചങ്ങലം പരണ്ട ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായകമാണ്. ചങ്ങലം പരണ്ടയുടെ ഇലയോ തണ്ടോ നേരിട്ട് ഉപയോഗിച്ചാൽ ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത് സംസ്കരിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചങ്ങലം പരണ്ട ഉപയോഗിക്കൂ. ഒടിവും ചതവും അകറ്റി നിർത്തൂ.